വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് ഒരു പുതിയൊരു കിഡിലെ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എന്നെ ചാന്ദ്രമായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൊണ്ടുവന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഫുള്ളായിട്ട് ഓക്കെയാണ്. അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണും. ഓക്കെ അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, ഞാൻ എന്താണ് ഇന്നലെ വീഡിയോകളൊക്കെ ഇടാത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ബൈ ദ വേ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3Dകളൊക്കെ ന്യൂ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ അപ്ഡേറ്റിൽ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്ഥലത്ത് പോയി എല്ലാം കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. ഓക്കെ, നമുക്കപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഫോർഡ് എൻഡവറിനൊക്കെയാണ് എടുത്തേക്കണത്. ആ വണ്ടി എന്ന് വെച്ചാൽ ഒരു കിടിലനായിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ ന്യൂ അപ്ഡേറ്റ് വന്നതാണ്. ഓക്കെ, സർപ്രൈസായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും ഒരു വലിയൊരു സ്പേസിലോട്ടങ്ങ് പോവാം. ഓക്കെ, ഇത് നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മറ്റേ മോഡ് കയറ്റിയില്ല, അതിൻ്റെ ഒരിതാണ് ഈ കിടന്ന് കളിക്കണത്. നമ്മുടെ മറ്റേ സ്റ്റണ്ട് റേസ് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് നമ്മളെന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി കണക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ അപ്ഡേറ്റിൽ കണക്ക് വന്ന ഫസ്റ്റത്തെ വണ്ടി ഏതെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. യെസ് ഗൈസ്, ഞാൻ ഏതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും ഏതാണ് വണ്ടിയെന്ന്. അപ്പം ഞാൻ എന്തായാലും ആ വണ്ടികളൊക്കെ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആ ഒരു വണ്ടിയുടെ കോഡ് കേരളയാണ് 0002. ഇതടിച്ചാൽ നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എന്തായാലും സ്മോൾ ആവുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ 002 കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ കാര്യങ്ങളൊക്കെ സ്പോൺ ആവുന്നതാണ്. ഇതാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ. സീന് വണ്ടി എന്ന് വെച്ചാൽ സീന് വണ്ടിയും കാര്യങ്ങളാണ്. ഇത് ഓഫ് റോഡിങ്ങിന് ബാക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ നൈസായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓടിക്കണം. നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോനെ സീന് വണ്ടി എന്ന് വെച്ചാൽ സീന് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്നാലും അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ നിന്ന് വെച്ച് ഇങ്ങനെ തിരിച്ചെടുക്കാം. ഡ്രിഫ്റ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കിടില വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു കിടില വണ്ടികളൊക്കെയാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ. ഗെയിം ഇപ്രാവശ്യം ഈ ഒരു അപ്ഡേറ്റിൽ ഒരു വണ്ടി ആഡായിട്ടുള്ളൂ. ഓക്കെ, കുറേ വണ്ടികളൊന്നും ആഡായിട്ടില്ല. ഓക്കെ, നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ വേറെയും കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫൻഡറിൻ്റെ കോഡാണ് ഞാൻ ഒരിക്കൽ കൂടെ എന്തായാലും പറഞ്ഞുതരാം. 00002 ആണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. അത് മനസ്സിലായില്ലെങ്കിൽ 0002, അതെന്ന് വെച്ചാൽ 3 വട്ടം 0 വന്നിട്ട് അവസാനം ഒരു 2. ഓക്കെ, അതാണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ. പിന്നെ ഇത് കളറും ബാക്കി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടാണ് നമുക്ക് മാറ്റാനായിട്ടാണ് പറ്റുന്നതാണ്. കണ്ട, ഫുള്ളായിട്ട് RGB വരെ ഒന്ന് അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ ഡിഫൻഡറിൻ്റെ കോഡ് പറഞ്ഞു തരാം. ചുമ്മാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ 002. ഓക്കെ, മനസ്സിലാകാത്തവർക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഒന്നും കോഡ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ തന്നെ ഏത് വീഡിയോയിലായാലും ശരി അത് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ വണ്ടി.
അടുത്ത വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ വെറും റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ നിന്ന് എന്തായാലും എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഏതാണ് ഈ റേഞ്ച് റോവറിനെ ഞങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഏതാണ് 4-6 കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ സ്പോണാവണ ഈ ഒരു ജീവാഗണയും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയേക്കണത്. ഓക്കെ, നമ്മുടെ ഒരു റേഞ്ച് റോവറിനെ ഏതാണ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടായിരുന്നു ഈ ഒരു ബെൻസിൻ്റെ ജീവാഗണം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊക്കെ, മെഴ്സിഡീസ് ബെൻസ് ജീവാഗണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെ നല്ലൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, ഇത് റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെ നല്ലൊരു കിഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം ഇതെന്തായാലും അവർ റിമൂവ് ചെയ്ത് കളഞ്ഞ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലഗിങ് ആപ്പ് വഴി നമുക്ക് എന്തായാലും ഇപ്പോൾ എന്തായാലും എടുക്കാനായിട്ട് എന്തായാലും പറ്റും. അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെയാണ് 60. ഓക്കെ, 16 എന്ന് വെറും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ സ്പോൺ ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഏതാണ് റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കിടില വണ്ടികളൊക്കെയാണ്. ഇത് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. ഓക്കെ, അടിപൊളി വണ്ടിയാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്ലഗിങ് ആപ്പിലെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. ഓക്കെ, ഗെയിമിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ഒന്നുകൂടെ കയറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടികൾ. ഓക്കെ, ഇനി നമ്മുടെ പ്രോപ്സുകൾ നമ്മുടെ ഗെയിമിലേക്ക് ഇഷ്ടം പോലെ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫർണിച്ചറിൻ്റെ പ്രോപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കോഡും കാര്യങ്ങളൊക്കെയാണ് F1. ഓക്കെ, F1 എന്ന് ഡെയിലി ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ ബെഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിനിപ്പോൾ മോഡ് കാര്യങ്ങളൊക്കെ ഓണാക്കട്ട് മോഡ് ഓണെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മോഡ് ഓണെന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയ ഒരു ബെഡാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണെന്തോ സെക്കൻഡ് വണ്ണിൻ്റെ കോഡെന്ന് വെച്ചാൽ F2 ആണ്. ഓക്കെ, F1 to F10 വരെ എന്തോ ഉണ്ടെന്ന്. ഓക്കെ, അടുത്തതിൽ ചെയറാണ്. ഓക്കെ, ചെയറല്ല സോഫയാണ്. ഓക്കെ, മാറിപ്പോയി. ഓക്കെ, സോഫയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കിവിടെ സോഫ കിട്ടിയിട്ടുണ്ട്. അടുത്ത കോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതാണ് ഇവിടെ ആയിട്ട് അടിക്കാം. അടുത്തതെന്ന് വെച്ചാൽ F3 ആണ്. ഓക്കെ, ഇതടിച്ചാൽ വലിയ സോഫ കിട്ടുന്നതാണ്. ഓക്കെ, മറ്റേന്ന് വെച്ചാൽ ചെറിയൊരു സോഫയുടെ ചെയർ പോലത്തെ ഒരു പോർഷനാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള വലിയ സോഫ. ഓക്കെ, കണ്ടതാണ് മെയിനായിട്ടുള്ള വലിയ സോഫയും കാര്യങ്ങളൊക്കെ. പിന്നെയും കോഡുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്തതെന്ന് വെച്ചാൽ F4 ആണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ RGS ടൂൾ വെച്ച് എടുക്കുന്ന സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ പച്ച കളറിലുള്ള ഒരു സോഫ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഇതിന് തമ്മിൽ രണ്ടിനും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇരിക്കണ പോർഷനും പിന്നെ പിടി പോലത്തെ സംഭവം എല്ലാം ഒരേ സൈസാണ്, പക്ഷേ ഇതിൻ്റെത് വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവരത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗെയിമിലുള്ളതാണ് ഇതെല്ലാം. ഓക്കെ, നമ്മുടെ ഹൗസിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, അടുത്ത കോഡ് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് F5 ആണ്. ഓക്കെ, F5 കാര്യമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ചെറിയ എന്തോ ഒരു ടേബിൾ പോലത്തെ എന്തോ ഒരു സാധനം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്ത് ടേബിളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു ടേബിൾ പോലത്തെ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയേക്കണത്. ഓക്കെ, അതെന്തായാലും നൈസായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇതൊക്കെ ഉള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ F5. ഓക്കെ, ഓക്കെ, F5 അടിച്ച് ഞാൻ അത് തന്നെ ഒന്നേന്ന് അടിച്ച്. ഓക്കെ, നമ്മൾ രണ്ടോട്ടും അറിയാതെ ടൈപ്പ് ചെയ്ത് കുഴപ്പമില്ല. അടുത്തതെന്ന് വെച്ചാൽ F6 ആണ്. ഓക്കെ, ഞാനാണ് ഇവിടെ ഇപ്പോൾ F6 എന്ന് പറയാൻ ഡയൽ ചെയ്തിട്ട് എന്നാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളത് പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതിലും മറ്റേ റോ പോലത്തെ അതൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ F7 ആണ്. ഓക്കെ, F7. ഓക്കെ, F7കളൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു ഡസ്റ്റ്ബിന്നുകളൊക്കെ എന്നാലും കിട്ടുന്നതാണ്. ഓക്കെ, നമ്മുടെ ചവറ്റുമുട്ട. ഓക്കെ, ഡസ്റ്റ്ബിന്നുകളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ. ഡസ്റ്റ്ബിന്നൊക്കെ നമ്മുടെ അഴുക്ക് വേസ്റ്റൊക്കെ ഇടാനുള്ള ബിന്നില്ല, അതാണ്. കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇതൊക്കെ ഫർണിച്ചേഴ്സാണ്. ഇതൊക്കെ വീടൊക്കെ ഉണ്ടാക്കി
അതിലൊക്കെ വയ്ക്കാം. ഓക്കെ, എന്തെങ്കിലും കാലിയായിട്ട് വല്ലതും കിടക്കുന്ന വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ പറ്റും. അത് നല്ല കാര്യമാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ F7 ആണ്. അടുത്ത് F8 ആണ്. ഓക്കെ, F8 അടിച്ച് ഇതേപോലത്തെ ഒരു ലാമ്പ് കിട്ടും. ഓക്കെ, ഇത് വേണമെങ്കിൽ വെളിയിലും വയ്ക്കാം, വീട്ടിലും വയ്ക്കാം. ഓക്കെ, ഈ ലാമ്പെല്ലാം ഉള്ളതാണ്. ഓക്കെ, അതല്ലാതെ നമ്മുടെ ഗെയിമിൽ ഇതേപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അതിൻ്റെ കോഡ് P4 ആണ്. ഓക്കെ, അതും ഇതേപോലത്തെ ഒരു ലാമ്പ് തന്നെയാണ്. ഓക്കെ, കണ്ട ഏതാണ്ട് ഒരേപോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ വ്യത്യാസമുണ്ട്. ഓക്കെ, കണ്ട ഇതിനും അപ്ഡേറ്റ് വന്നൊന്നല്ല, ഇത് പണ്ടേ ഉള്ളതാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ F9 ആണ്. ഓക്കെ, F9 എനിക്ക് തോന്നുന്നു ചെറിയ ലാമ്പാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. യെസ്, കറക്റ്റാണ്, ചെറിയ ലാമ്പാണ് അതിൻ്റെ ചെറുത്. ഓക്കെ, ഇല്ല ഇത് രണ്ടും ഒരേപോലെയാണ്, കളർ വ്യത്യാസമേ ഉള്ളൂ. ചെറുതല്ല കേസ്. ഓക്കെ, കളർ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ എന്തൊരു സൈസ് ചെറുപോലെ തോന്നുന്നു, പക്ഷെ കളർ വ്യത്യാസമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്തതെന്ന് വെച്ചാൽ F10. ഇതടിച്ച എന്താണ്, ഇത് മറ്റേ ടേബിള്. ആദ്യം വിചാരിച്ചാന്ന് വെച്ചാൽ ബെഞ്ച് എന്നൊക്കെ, ടേബിളാണൊക്കെ. ടേബിളുണ്ട്. പിന്നെ F11 ഉണ്ടാകും, എനിക്ക് അറിഞ്ഞൂടാ, ടൈപ്പ് ചെയ്ത് നോക്കാം. അയ്യോ, F11 F11 ഉണ്ട്. F11 TV ആണ്. ഓക്കെ, എൻ്റെ മോനെ TV നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. TV ഇടാളി യസീന് അടിപൊളി. TV നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കാൻ പറ്റുമോ? മണ്ടയ്ക്കൊക്കെ വയ്ക്കാൻ പറ്റുമല്ലേ? ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് ഈ TV വയ്ക്കാനായിട്ട്. അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ, TV നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ TVങ്ങളൊക്കെ ആ സ്റ്റാൻഡിൻ്റെ മണ്ടയ്ക്ക് വെച്ചു. ഓക്കെ, F11 അടിക്കുകയാണെങ്കിൽ TV സ്പോണാവും. ഇതാണ് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത F12. ഓക്കെ, ഇല്ല കേസ്. ഓക്കെ, F11 വരെ ഉള്ളൂ, അതിനെ അവർക്ക് മാറിപ്പോയതാണ്. F13 കൂടെ അടിച്ചു നോക്കാം. ഇല്ല കേസ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ അന്നത്തെ നമ്മുടെ ഏതാണ് അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ വിട്ടുപോയ കുറച്ച് സാധനമുണ്ട്. അതാണ് അവൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോപ്സൊക്കെ വെച്ച് ബിൽഡ് ചെയ്ത മറ്റേ ഒരു ഹെലിപ്പാഡ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഏത് മോഡ് കയറ്റിയാലും നമുക്ക് ഹെലിപ്പാഡ് കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ മറ്റേ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ കയറ്റി, അപ്പം എനിക്ക് കിട്ടിയതാണ് ഈ ഹെലിപ്പാഡ്. ഓക്കെ, കൊള്ളാം കേട്ടാ. ഹെലികോപ്റ്ററിൻ്റെ നടുക്കിൽ ചെയ്യാം. ഓക്കെ, സെപ്പറേറ്റ് ആറ് എടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ഇത് അടിച്ചാൽ മതി. ഓക്കെ, എല്ലാത്തിലും കിട്ടണമെന്നില്ല. ഓക്കെ, അന്ന് പിന്നെ വിട്ടുപോയ കുറച്ച് കോഡുകൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ ഒന്നാമത്തതെന്ന് വെച്ചാൽ M2 ആണെന്ന് തോന്നുന്നു. ഓക്കെ, M2 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് M1 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു ലൊക്കേഷൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. അതല്ലാതെ തന്നെ M2 എന്ന് അടിച്ചപ്പോൾ നമുക്ക് ഈ ഫിനിഷിൻ്റെ ബോർഡ് കിട്ടി. അതല്ല സ്റ്റാർട്ടിൻ്റെ ബോർഡ് ഇല്ലെന്നായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചു. സത്യത്തിൽ സ്റ്റാർട്ടിൻ്റെ ബോർഡുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. എൻ്റെ കോഡ് M3 ആണ്. ഓക്കെ, M3 അടിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിൻ്റെ ബോർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് കാണാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, സ്റ്റാർട്ട് എന്തായാലും കാണാതിരിക്കും. ഫിനിഷ് ഞാൻ വിചാരിച്ച് കാണില്ല എന്നൊക്കെ, പക്ഷെ രണ്ടും ഉണ്ട്. ഓക്കെ, തീർന്നില്ല, ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു സെക്ഷനിൽ. M4 BMW M4 അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കോഡും കൂടെ എന്തായാലും ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോൺ ഓണാണ്. ഓക്കെ, അപ്പം ഡ്രോൺ ഓണെന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, D ഓണെന്ന് അടിച്ചാൽ മതി. D ഓണെന്ന് അടിച്ചാൽ നമ്മൾ തന്നെ സത്യത്തിലൊരു ഡ്രോണായി മാറുന്നതാണ്. ഓക്കെ, ഞാൻ കുറേ വീഡിയോകളിലാണെങ്കിൽ ഡ്രോണിൻ്റെ ഇതുപോലെ ഞാൻ എടുത്തിരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചില സംശയങ്ങളൊക്കെ കാണുമായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇത് എടുത്തതെന്ന്. ഓക്കെ, സത്യത്തിൽ ഇതിങ്ങനെയാണ്. ഓക്കെ, ഡ്രോണെന്ന് ടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, D ഓണെന്ന് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തന്നെ ഈ സാധനം വരുന്നുണ്ട്. പിന്നെ തിരിച്ച് മനുഷ്യനാവണമെങ്കിൽ ഈ സൈഡിലായിട്ടൊരു ബട്ടൺ കാണിക്കില്ലേ, അതിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ തിരിച്ച് പഴയതുപോലെ ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റിൽ വന്നത്. ഓക്കെ, വേറെ ഒന്നും നമ്മുടെ ഈ ന്യൂ അപ്ഡേറ്റിൽ വന്നല്ലോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനൊക്കെ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കയറലൊക്കെ. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.